അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാ. മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴിമാറുക മാറുക യേശുവിൻ നാമത്തിനാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പിശാചിൽ നിന്ന് എന്നേക്കുമായി സ്വാതന്ത്ര്യം ലഭിച്ചു. അതിൽ നാം കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും നാം അത് തിരിച്ചറിയണം. അത് നമ്മൾ അറിവുള്ളവരായിരിക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആൻഡമാൻസ് നിക്കോബാർ ദ്വീപിലുള്ളവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അറിഞ്ഞില്ല. പിന്നെ ദിവസവും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ബ്രിട്ടീഷുകാരെ കണ്ടപ്പോൾ അവർ വണങ്ങി നിന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർക്കത് അറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് യേശു ക്രിസ്തു മുഖാന്തരം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് പാപത്തിൻ്റെ മേൽ, വിഷയത്തിൻ്റെ മേൽ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ, യേശു ക്രിസ്തു ഇന്നും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭിച്ചു കഴിഞ്ഞു. പറയുകയാണ് അപ്പോസ്തലൻ, സ്വാതന്ത്ര്യത്തിനായിട്ടാണ് നമ്മെ ക്രിസ്തു സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യം. ആരുടെ മേൽ നിന്നുള്ള സ്വാതന്ത്ര്യം? പിശാചിൻ്റെ മേൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ മേൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എന്നിട്ട് പറയാണ്, ആ സ്വതന്ത്രരാക്കി കഴിഞ്ഞു, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. എന്നിട്ട് പറയാം, അടിമ നുകത്തിൽ വീണ്ടും നാം കുടുങ്ങിപ്പോകരുത്. അപ്പോൾ തന്നെ സ്വാതന്ത്ര്യം അത് എങ്ങനെയുള്ളതാവണം? സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അടിമത്വം എന്ന് പറയുന്നത് നമ്മളെയും കൊണ്ട് പിശാച് പ്രവർത്തിക്കുകയാണ്. പിശാച് നമ്മളെ ഉപയോഗിക്കുകയാണ്, തകർത്ത് കളയാൻ ശ്രമിക്കുകയാണ്. എന്നാൽ സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം അത് സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നായിരിക്കണം. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അടിമത്തത്തിലാണെങ്കിലോ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും സംസാരിക്കാൻ അല്ല. യേശു ക്രിസ്തു മുഖാന്തരം വരുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അത് സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്ന സ്വാതന്ത്ര്യമാണ്. അത് 13-ാം ഗലാത്യർക്ക് എഴുതിയ ലേഖനം തന്നെ 5-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ പറയാം, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞാനും നിങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദൈവം വിളിച്ചാക്കേക്കുന്നവരാണ്. എന്നിട്ട് പറയാണ്, ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ എന്ത് ചെയ്യണം? സ്നേഹത്താൽ അന്യോന്യം സേവിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. ഇതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവ് പറയാണ്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അതിനുള്ള സ്വാതന്ത്ര്യമാണ്. ആരെയും വെറുക്കാനോ ആർക്കെതിലും എതിരെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, ആരെയും മോശക്കാരായി കാണിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. മറ്റുള്ളവരെ സ്നേഹിക്കാനും, നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കാണാനും, മറ്റുള്ളവരെ സഹായിക്കാനും, ക്രിസ്തുവിൻ്റെ സ്നേഹം പകരാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയും ചെയ്താലോ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മളെ വിളിച്ചേക്കുന്നു. അതിന് നമ്മൾ എന്തോ ചെയ്യണം? പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. നമുക്ക് പറ്റത്തില്ല പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ. ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാൻ നമുക്ക് സ്വയമേ കഴിയാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് യേശു കർത്താവ് നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് തന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയും,
ഈ സ്വാതന്ത്ര്യത്തിൽ എന്നും നിലനിൽക്കാൻ കഴിയും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തിനായിട്ടാണല്ലോ ക്രിസ്തു ഇവരെയും എന്നെയും ഒക്കെ സ്വതന്ത്രരാക്കിയത്. എന്നാൽ വീണ്ടും അടിമ നുഖത്തിൽ പോകാതെ പരസ്പരം സ്നേഹിക്കുന്നവരായി, പരസ്പരം അന്യോന്യം കരുതുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികൾ അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാ. തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാ.